സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിലെ നായയുടെ ഒരു വാർത്ത. ഇത്രമാത്രം പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും ചോദിക്കാം. എന്നാൽ ജയറാമും പാർവതിയും എന്തിന് കണ്ണനും ചക്കിയും പോലും ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടിലെ ഓരോ നായ്ക്കളെ വളർത്തുന്നതും അവരുടെ കൂട്ടുകാരെ പോലെയും ജയറാമും പാർവതിയും നോക്കുന്നത് അവരുടെ മക്കളെ പോലെയുമാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേകതയോടെ തന്നെയാണ് അവർ നിൽക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. ജയറാം ഇപ്പോൾ തൻ്റെ വീട്ടിലെ ഗോൾഡൻ റിട്രീവറിനെ, ശരിക്കും പറഞ്ഞാൽ വെള്ള നിറമാണെങ്കിലും അതൊരു റിട്രീവർ ഇനത്തിൽപ്പെട്ട നായയാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നു. ആ നായയുടെ ആദ്യ മഴയാണ് എന്ന് വന്നയാളോട് പറയുകയാണ്. നായയെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും മറ്റുമായി പുറത്തു നിന്നൊരാളെ വിളിച്ചു. അയാൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ്റെ ആദ്യ മഴയാണ്, ഒന്ന് നനയിപ്പിക്കാമോ എന്ന് വളരെയധികം സ്നേഹത്തോടെയാണ് ജയറാം ചോദിക്കുന്നത്. തൻ്റെ മകനാണവൻ, അതെപ്പോഴും ജയറാം പറയാറുണ്ട്. പറയേണ്ട ആവശ്യം തന്നെയില്ല. അവർ എപ്പോഴും ഇത്തരത്തിൽ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ആരാധകർ ഇത്തരത്തിൽ തന്നെ ജയറാമിനെക്കുറിച്ചും കാളിദാസിനെക്കുറിച്ചുമുള്ള വാക്കുകൾ പങ്കുവയ്ക്കുമ്പോൾ ഇവർക്കുള്ള നായകളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും പറയാറുണ്ട്. ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിലെ ഈ നായയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി മാറുന്നത്. പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ജയറാം വിഷയത്തിൽ തന്നെ എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് എന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം. ചെന്നൈയിലാണ് ഇവർ കുടുംബമായി താമസിക്കുന്നത്. ഇവരുടെ വീട്ടിൽ വരുന്നവരെല്ലാവരും പറയുന്ന ഒരു പേരും അതുപോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യവും ഇവരുടെ വീട്ടിലെ നായ്ക്കളെക്കുറിച്ച് തന്നെയാണ് എന്നുകൂടി പറയണം. പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റിയ താരം തന്നെയാണ് ജയറാം. ജയറാമും പാർവതിയും അങ്ങനെ തന്നെയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ നായക നടന്മാരിൽ ഒരാൾ തന്നെയാണ് ജയറാം. തമിഴിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഒക്കെ തിളങ്ങാൻ സാധിച്ച താരത്തിന് പ്രേക്ഷകരുടെ പ്രീതിയോടെ തന്നെയാണ് മുന്നേറുന്നതെന്ന് കൂടി പറയണം. 1992 പാർവതി എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അശ്വതിയെ വിവാഹം കഴിച്ചത്. അതിനുശേഷം കാളിദാസ്, മാളവിക എന്ന 2 മക്കൾ ജനിക്കുകയും ചെയ്തു. അതിൽ മാളവിക ചില അഡ്വർടൈസ്മെൻറ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കാളിദാസ് ഇന്ന് അറിയപ്പെടുന്ന യുവനായകന്മാരിൽ പ്രധാനിയാണ് എന്നുകൂടി പറയണം. വെങ്കിട്രാം, മഞ്ജുള എന്ന 2 സഹോദരങ്ങൾ കൂടിയുണ്ട് ജയറാമിന്. ഫിലിംഫെയർ അവാർഡ് പോലും വാങ്ങിയിട്ടുള്ള ഈ താരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കണ്ണനും ചക്കിക്കുമാണ് ഇപ്പോൾ ആരാധകർ കൂടുതലുമുള്ളത്. അക്കൂട്ടത്തിൽ ഇവരുടെ വീട്ടിലെ നായ്ക്കൾക്ക് വരെ ആരാധകരുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന പോലെ തന്നെയാണ് വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ജയറാമിനോടുള്ള സ്നേഹം പ്രേക്ഷകർ വളരെ സ്നേഹത്തിലാണ് പങ്കുവെക്കുന്നതും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണെന്ന് പറയാനുള്ള കാരണം പോലും ജയറാം വളരെയധികം നന്നായി പ്രേക്ഷകരോട് പെരുമാറുകയും വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.